ഡേയ് ഡിസ്ക്ലൈമർ മൊത്തം വായിച്ചിട്ട് ബാക്കി വീഡിയോ കാണണേ. അങ്ങനെ നമ്മുടെ നാഷണൽ അവാർഡ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബെസ്റ്റ് ഡയറക്ഷൻ കേരള സ്റ്റോറി, ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി കേരള സ്റ്റോറി, ബെസ്റ്റ് ആക്ടർ ഷാറൂഖ് ഖാൻ ഫോർ ജവാൻ. എന്നാ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് പുള്ളിക്കാരത്തിക്ക് കൊടുക്കാൻ വരുന്നില്ലേ, നമ്മുടെ മറ്റേ പുള്ളിക്കാരത്തിക്ക്. ശാലിനി ഉണ്ണികൃഷ്ണൻ. ഇനി കഥയിലേക്ക് കിടക്കാം. കാം ബോലോ സാബ്. മലയാളം മര്യാദയ്ക്ക് പറയാൻ അറിയാത്ത ഒരു നായികയുള്ള സിനിമയുടെ പേര് കേരള സ്റ്റോറി. അതിന് നാഷണൽ അവാർഡ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിക്കുള്ള അവാർഡും ഈ സിനിമയ്ക്ക്. എടോ, സീരിയലിലുണ്ട് ഇതിലും നല്ല സിനിമാറ്റോഗ്രഫി. ഗണപതി വിജയുടെ പല സിനിമകൾ മിക്സിയിലിട്ട് അരച്ച ജവാൻ സിനിമയിൽ അഭിനയിച്ചതിന് ഷാറൂഖ് ഖാന് ബെസ്റ്റ് ആക്ടർ അവാർഡ്. എന്നാ പിന്നെ വിജയ്ക്കും കൂടി കൊടുക്കായിരുന്നില്ലേ നാഷണൽ അവാർഡ്? ഇത്രയും നാള് വർക്ക് ചെയ്തിട്ട് വണ്ടി പോയിട്ട് എന്തോ നടേ ഇത്. ഒരു മര്യാദ വേണ്ടേ? ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാതെ കുറെ ദുരന്തം പടങ്ങൾക്ക് കൊടുത്ത ഈ അവാർഡിന് ഇനി മുതൽ പേര് കോമാളി അവാർഡ്സ് എന്നാണ്. അപ്പോ അടുത്ത വർഷം നമ്മുടെ കോമാളി അവാർഡ്സ് അർഹനാവുന്നത് ആരാന്ന് ഞാൻ പറയട്ടെ. ബെസ്റ്റ് ആക്ടർ അവാർഡ് ഗോസ് ടു മിസ്റ്റർ അല്ലു അർജുൻ ഫോർ പുഷ്പ 2. ഗുഡ് ബൈ. Only for fun, eh?